പെരുമ്പളത്തേക്ക് വന്നപ്പോഴാണ് പലരെയും നമുക്ക് ഇവിടെ കിട്ടി. അതായത് ഇവിടുത്തെ സമയവും സ്ഥലത്തിൻ്റെയും യാത്രകളുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് പലരും നാട് വിട്ട്, അതായത് പണ്ട് സിനിമാക്കാരൊക്കെ നമ്മൾ കൊച്ചിയിലേക്കും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും മാറിയെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പല ആളുകളും അല്ലേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമയം എത്തിപ്പെടാനുള്ള ഈ ഓരോരുത്തരും പറഞ്ഞ പോലെ ചിലപ്പോൾ ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി വരുമ്പം കടത്ത് കയറിയൊക്കെ വരണ്ടേ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ്. അങ്ങനെ കളമശ്ശേരിക്ക് പോയി പെട്ട ഒരു കലാകാരനെ നമുക്കിവിടെ കേട്ടിട്ടുണ്ട്, അനിൽ പെരുമ്പളം എന്ന് പറയുന്ന പല സിനിമകളിലും പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഈ ഫേസ് കണ്ടിട്ടുണ്ടാവും. ഏതൊക്കെ സിനിമയായിരുന്നു നമ്മൾ പ്രധാനപ്പെട്ട ലോകയൊക്കെ അല്ലേ? അതുപോലെ വാരിക്കുഴിയിലെ കൊലപാതകം, ബാലം വക്കീൽ, ഓപ്പറേഷൻ ജാവ, ഇവിടുത്തെ ഡയറക്ടർ തന്നെ അരുൺ ബൈഗ ചെയ്തിട്ടുള്ള ഉപചാരപൂർവ്വം കൊണ്ടുജയൻ, ചെമ്പരത്തിപ്പൂ, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം സിനിമകളിലൂടെ നമ്മളൊക്കെ ഇൻഷ എന്ന് പറഞ്ഞൊരു ഈ തൊട്ടടുത്ത നാട്ടിലെ ഇൻഷ എന്ന് പറഞ്ഞൊരു ഒരു മൂവി തൊട്ടടുത്ത നാട്ടിലുള്ളതാണ് ഷിജു വിജയൻ ചെയ്ത അങ്ങനെ കുറെ. പിന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടെ, നമ്മൾ പറയുമ്പോൾ വന്ന വഴി മറക്കുന്ന നമ്മള് ഉപ്പുമുളക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് പ്രോഗ്രാമിലൂടെ ഫെയിമായത്. അതിൽ ജയന്തരൻ എന്ന കഥാപാത്രത്തിൽ വന്നു. പെരുമ്പളത്ത് നമ്മൾ ഒരു ആശാൻ എന്നെ ഓട്ടംതുള്ളൽ പഠിപ്പിച്ചു, പരമേശ്വരൻ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പരമേശ്വരൻ അവിടെ നിന്നാണ്. അങ്ങനെയാണ് പെരുമ്പളത്ത് അറിയപ്പെടുന്നത്. ഓട്ടംതുള്ളലിലൂടെ നമ്മളെ പലരും കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം സ്വന്തം നാടിനെ കുറിച്ച്, ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തെ കുറിച്ച് രണ്ടു വാക്ക്. ഇത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ മാത്രമല്ല, നമുക്ക് മുമ്പേ ഉള്ള തലമുറയുടെ സ്വപ്നമാണ്, അതിൻ്റെ സാക്ഷാത്കാരമാണ്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും, ഇതിൻ്റെ മണൽത്തരികൾക്കും ഇവിടെയുള്ള പക്ഷിമൃഗാദികൾക്കും വൃക്ഷലരാദികൾക്കും ഒക്കെ തന്നെ ആ സന്തോഷമുണ്ട്. മനുഷ്യരുടെ ഉപരിയായി അവർക്കൊക്കെ ഉണ്ടെന്ന് നമ്മൾ കരുതിയാണ്. ഇത് തൊട്ടടുത്താണ് എൻ്റെ വീട്. ഞാൻ കലാകാരനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടംതുള്ളിലൂടെ കടന്നു വന്ന പരമേശ്വരൻ എന്ന് പറഞ്ഞ ഗുരു പഠിപ്പിച്ചു. അങ്ങനെ ഓട്ടംതുള്ളിലൂടെ വരുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് നിൽക്കുകയും പഞ്ചായത്ത് മെമ്പറാകുകയും അതുപോലെ പാർട്ടി പരിപാടികളുടെ കലാപരിപാടികളിൽ ഒക്കെ നിൽക്കുകയും. ഇവിടെ ഒരു മിമിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു, മിമിക്സ് വോയിസ് എന്ന് പറഞ്ഞ ട്രൂപ്പ്. അതിൽ ജയരാജ്, ശ്രീജി, ബിജു, അങ്ങനെ ഒരുപാട് പേര്, രാജീവ്, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ഇവിടുന്ന് പണ്ട് കാലത്ത് വള്ളത്തിനാണ് ഞങ്ങൾ പുറം കരകളിലൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ വേണം, വള്ളത്തിന് പോകുന്നു. അതുപോലെ സിനിമ കാണില്ല. ഇവിടെ തൊട്ടടുത്ത് സുനിൽ ടാക്കീസ് എന്ന് പറഞ്ഞിട്ട് പൂച്ചാക്കൽ, പെരുമ്പളം കവലല്ല, അതുപോലെ തന്നെ ജസീന എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ പോകുന്നത് ഇവിടെ ഈ പാലത്തിനടുത്തൊന്നും വള്ളം വലിച്ച്, നമുക്കൊന്നും വള്ളമില്ല, വള്ളമുള്ള വീട്ടിലെ പിള്ളേരെ സിനിമ കണ്ടെന്നും പറഞ്ഞിട്ട് അവരെ പ്രകോപിപ്പിക്കും. അവരടുത്ത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അവരോട് പറയും ഉഗ്രം സിനിമയാണ്, ഗംഭീര സിനിമയാണ്, നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ വള്ളവും എടുത്തു വരും. അച്ഛന് രാത്രി പണിക്ക് പോകേണ്ട വള്ളമുണ്ട്, ആ വള്ളം ഉപേക്ഷിച്ച് ഇവൻ വരും. അങ്ങനെ പോകും. അങ്ങനെ പോയിട്ടുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ജയൻ എന്ന് വിളിക്കുക, ജയൻ എന്നാണ് പേര്, അണ്ണൻകുട്ടൻ എന്നറിയുന്നത്. മനോജ്, 2 മനോജ്മാര്, ഒരാൾ മരിച്ചുപോയി, കുഞ്ചരൻ. പിന്നെ മുരളി, മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടുകാരാണ്. മമ്മി, സാജൻ, ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ കൂടിയാണ്. അതുപോലെ പാർട്ടി പ്രവർത്തകരാണ് ഇവിടെ MN സജീവ്, PB ശിബു, അങ്ങനെയുള്ള ഒരുപാട്, PV രാജു, അങ്ങനെ ഒരുപാട് പേര്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പേര് പറയാത്ത ആളുകൾ വിരോധമൊന്നും വിചാരിക്കരുത്, അവരെയൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയൊക്കെയാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു, അപ്പുറത്ത് നാടകത്തിന് പോകുന്നു. ഇത് നമ്മുടെ പുത്തങ്കാവ്, മാത്താനം, അങ്ങനെ പല സ്ഥലങ്ങളും ഒക്കെ ഇവിടെ നിന്ന് വന്നു. അപ്പോൾ അങ്ങനെ പോയി നിന്നാണ് നമ്മൾ കലാകാരനാകുന്നത്. പിന്നെ എല്ലാ രംഗത്തും പെരുമ്പളത്തിൻ്റെ ഒരു മുഖച്ഛായ മാറിത്തീരുകയാണ്. പക്ഷേ നമ്മുടെ നാട് ഒരുപാട് കലകൾ, കൈകൊട്ടിക്കളി, ശാസ്താംപാട്ട്, കോൽകളി, ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുള്ള എന്താ ചൊല്ലടോ വൈകിള്ളി പെണ്ണേന്തി താതയിച്ചെന്താ മേറിന രാഘവൻ കഥ ആ തകർത്തുണ്ടക പുത്തരി വെട്ടി പുതുമഴ പെയ്ത് ഭൂമികളുത്തെ ആലുകളുത്തെ ആലും മേലും പക്ഷിയിരുന്ന് താമുല്ല തരികടമുല്ല തത്തകത്താതുമുറ തേയ്ക്കതയിത്, ഇങ്ങനെ കളിച്ച് പാടുന്നൊരു ജാനമ്മ ചേച്ചി, അതുപോലെ കൊച്ചപ്പിയാശാനൊക്കെ കളിച്ച് പാടുന്ന, ഇന്ന് അവരുടെ മക്കൾ വാമനശാന്തിയൊക്കെ പാടി കളിക്കുന്ന വലിയൊരു കലാകാരന്മാരുടെ പാരമ്പര്യമുള്ളൊരു ഭൂമിയാണ്. അതുപോലെ തന്നെ പാടം, കൊയ്ത്തുപാട്ട്, അതുപോലെ മത്സ്യത്തൊഴിലാളികൾ, കക്കാത്തൊഴിലാളികൾ, കയർ തൊഴിലാളികളൊക്കെ ഉള്ള മേഖലയാണ്. അവരെയൊക്കെ ആ മൺമറഞ്ഞു പോയ അവരുടെ കൂടി സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അതിലെല്ലാം സന്തോഷമുണ്ട്. ഇത് കവർ ചെയ്യാൻ വന്ന നിങ്ങളോടുമുള്ള ആ ഒരു സന്തോഷം നിങ്ങൾ ഈ നാടിനെ പുറത്ത് എത്തിക്കാൻ വേണ്ടി മുഖമ്മയിൽ നിന്നും, എന്താ പേര്, മൻസൂറിലെ ജെൻസൺ, നിങ്ങളും ഇവിടെ വന്നതൊക്കെ പുറം ലോകത്തെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും 7-ാം തീയതി സ്വാഗതം ചെയ്യാണ്. ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ നാടിൻ്റെ ഐശ്വര്യമായ പാല ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള ആശംസയും അർപ്പിക്കുക. കുറേ ആളുകളെ നമുക്കിവിടെ കിട്ടാനുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു പെരുമ്പളം എന്ന് പറയുന്നത് കുറേ കലാകാരന്മാരുടെയും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക പല നിലകളിലും പ്രസിദ്ധരായിട്ടുള്ളവരും നടക്കുന്നവരും അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സ്വന്തം തട്ടകമാണ് പെരുമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിരവധി കലാകാരന്മാർ വന്നിട്ടുണ്ട്. ഇനിയും
വരും തലമുറയിലേക്കും അല്ലേ നിരവധി ആളുകൾ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസയാണ്. കാരണം തീർച്ചയായും ഇപ്പൊ അതിനൊരു തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു തുറന്ന വാതിൽ പോലെ നമ്മുടെ ഈ പെരുമ്പളം പാലം തുറന്നു കൊടുക്കുകയാണ്. അത് തുറന്നു കൊടുക്കുന്നതോടുകൂടി ഈ പെരുമ്പളത്തിന്റെ ദ്വീപിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഇതൊരു വേറൊരു ലെവലിലേക്ക് എത്തും. പ്രധാനമായിട്ടും ടൂറിസം അറിയിക്കാൻ പറ്റാത്തൊരു ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട്. അതുവഴി ഈ നാട്ടിലുള്ള കുറെ ആളുകൾക്ക് തൊഴില് ഒരുപാട് സാധ്യതകളുടെ വലിയ വാതായനമാണ്. പിന്നെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, അതും പറയാം. ഇവിടെ ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ക്ലബ്ബുണ്ട്, യുവചേതന. ഇപ്പൊ ഈ അടുത്ത ദിവസം ഈ പോൾവാട്ടില് നമ്മുടെ ഇന്ത്യ ലെവലിൽ നേടിയൊരു പയ്യനുണ്ട്. ഇന്ത്യ ലെവലിൽ എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ വിജയിച്ചിട്ടുണ്ട്. അവന് പോൾവാൾട്ട്, നല്ലൊരു പോൾവാട്ടില്ല, അത് കൊടുക്കുന്ന യുവജന എന്ന് പറഞ്ഞ ക്ലബ്ബ്. അതിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ കൂട്ടുകാരാ, നമ്മളൊക്കെയാണ് അതിന്റെ ആദ്യകാല പ്രവർത്തകർ. രതീഷ്, അതുപോലെ തന്നെ എൻ്റെ തൊട്ടയൽവാസിയായ രാജേഷ്, അതുപോലെ ജൂലൈ, സിബിമോൻ, അങ്ങനെ ഒട്ടനവധി പ്രവർത്തകർ അതിന്റെ കൂടെ നിൽക്കുന്നത്. അവരെയും കൂടി ചേർത്ത് വെക്കണം. അത് ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ യുവജന കൂടാതെ തന്നെ സാരംഗി, അതുപോലെ തന്നെ ബ്രദേഴ്സ്, അപ്പുറത്ത് സപ്തർ കാശ്മീർ, അതുപോലെ പനമ്പുകാട് പ്രദേശത്തൊരു പ്രദേശം എന്ന് പറയുന്ന ക്ലബ്ബുണ്ട്. അങ്ങനെ ഒരുപാട് ആരാധന, അങ്ങനെയുള്ള ഒരുപാട് ക്ലബ്ബുകളുള്ള പ്രദേശമുണ്ട്. സൃഷ്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് AKGMC, ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പട്ടയാട് പ്രദേശത്ത് PJMC എന്ന് പറഞ്ഞൊരു പട്ടയാട്, ആ പേര് പെട്ടെന്ന് ചെറിയൊരു പ്രദേശത്താണ് ക്ലബ്ബുകളുള്ളത്. ഇപ്പൊ ഈ പട്ടയാട് ഒരു ക്ലബ്ബുണ്ട്, പട്ടയാട്. അത് കഴിഞ്ഞാൽ വടയാട്ടാണ് യുവചേതന. പ്രദേശത്തെ പേര് NFCC എന്നാണ് ആ ക്ലബ്ബ്. ആ ക്ലബ്ബാണ്. ആ ക്ലബ്ബും ഒരുപാട് പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ നിറഞ്ഞു നിന്ന് പ്രവർത്തനം നടത്തുന്നത് യുവചേതന എന്ന് പറയുന്ന ക്ലബ്ബ്. ഒരുപാട് ആദ്യകാലത്ത് ഇവിടെ നമ്മളൊരു ചെറിയ വയറ്റുവേദന, ഒരു ശ്വാസം മുട്ടലൊക്കെ വന്ന നെബുലൈസർ ഇല്ലാതെ എറണാകുളത്തേക്ക് കൊണ്ടുപോകും. നെബുലൈസർ വാങ്ങിച്ചു കൊടുത്തു. ECG മെഷീൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. വെച്ചാൽ അങ്ങനത്തെ ഓപ്ഷൻ നമ്മുടെ PH സെന്ററിന് ഇല്ലായിരുന്നു. അപ്പോൾ ECG മെഷീനൊക്കെ ഈ ക്ലബ്ബാണ് വാങ്ങിച്ചു കൊടുത്തത്, ഈ യുവചേതന വാങ്ങിച്ചു കൊടുത്തത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ക്ലബിൻ്റെ ഇപ്പോൾ ഒരു ദേശീയ കായിക നിലവാരത്തിൽ ഉയർന്ന ഒരു പയ്യന്, ജോയൽ എന്ന് പറഞ്ഞ പയ്യന് പോൾവാട്ട് മേടിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ലക്ഷം രൂപ ചിലവുള്ളതാണ്. ജനങ്ങളോട് തിരിച്ചിട്ട് അത് എത്തിക്കുന്നത്. ഈ അടുത്ത ദിവസം നമ്മുടെ ക്ലബ്ബാണ് ചെയ്യുന്നത്. അത് പാലത്തിന്റെ ഒരു ലക്ഷ്യം കൂടുതൽ വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആരിഫ് ആണ് അതിൻ്റെ ഒരു തുടക്കം. അതുപോലെ തന്നെ തോമസ് ഐസക്ക്, G സുധാകരൻ, അതിൻ്റെ കൂടെ മറ്റ് പെരുമ്പളത്തുള്ള മറ്റ് നേതാക്കൾ, അവരൊക്കെ ഇതുപോലെ തന്നെ ഇവിടുത്തെ പല മേഖലകളിലുള്ള ആളുകളൊക്കെ പ്രവർത്തിച്ചാണ് അതിന് ഗവൺമെൻറ് അനുകൂലമായി നിൽക്കുകയും അങ്ങനെയാണ്. പിന്നെ പെരുമ്പളത്ത് ഒരുപാട് നേതാക്കൾ ഇതിനു വേണ്ടി ഉണ്ട്. അവരെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞ ഒരാളുടെ പേര് വിട്ടുപോയ പ്രശ്നം. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അവരുടെയൊക്കെ വളരെ ശ്രമഫലമാണ് ഈ പാലം. അതുകൂടി നമ്മൾ അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഒക്കെ നമ്മൾ പെരുമ്പളം ജനതയ്ക്കുണ്ട്.